പൊതുജനങ്ങൾക്ക് വേണ്ട സേവനം നൽകാനും അവരെ സഹായിക്കാനുമായി ഒരു AI ജനപ്രതിനിധി എന്ന സംവിധാനം അൽബേനിയ അവതരിപ്പിച്ചിരിക്കുന്നു. ദിയല്ല എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ AI ക്യാരക്ടറിനെ പ്രധാനപ്പെട്ട രേഖകളുടെ കാര്യങ്ങളിൽ പൊതുജനങ്ങളെയും മറ്റും സഹായിക്കാനാണ് അവതരിപ്പിച്ചത്. ഇപ്പോൾ ഇതാ ആ AI മന്ത്രി ഗർഭിണിയാണെന്ന വിചിത്രവാദവുമായി അൽബേനിയൻ പ്രധാനമന്ത്രി എഡി റാമ രംഗത്തെത്തിയിരിക്കുകയാണ്. ആകെ 83 കുട്ടികളാണുള്ളതെന്നും ഓരോ കുട്ടികളെയും സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഓരോ അംഗങ്ങളുടെയും സഹായിയായി നിയമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ബെർലിനിലെ ഗ്ലോബൽ ഡയലോഗിൽ വെച്ചായിരുന്നു പ്രധാനമന്ത്രിയുടെ വിചിത്ര പ്രഖ്യാപനം. തങ്ങളൊരു വലിയ റിസ്ക് എടുക്കുകയായിരുന്നുവെന്നും അത് വിജയകരമായി പൂർത്തിയാക്കിയെന്നുമായിരുന്നു പ്രധാനമന്ത്രി പറഞ്ഞത്. സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് അൽബേനിയൻ പാർലമെന്റിൽ 83 അംഗങ്ങളാണുള്ളത്. ഇവരെ പാർലമെന്ററി കാര്യങ്ങളിൽ സഹായിക്കുക, കൃത്യമായ വിവരങ്ങൾ നൽകി അപ്ഡേറ്റ് ആക്കുക, പാർലമെന്റിൽ വരാൻ സാധിച്ചില്ലെങ്കിൽ അംഗങ്ങൾക്ക് വേണ്ട വിവരങ്ങൾ എത്തിച്ചു നൽകുക തുടങ്ങിയ കാര്യങ്ങളാണ് AI പ്രധാനമന്ത്രിയുടെ കുട്ടികൾ ചെയ്യുക. ഇവർക്ക് അമ്മയെ പോലെ എല്ലാറ്റിനെ കുറിച്ചും അറിവുണ്ടാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 2026 അവസാനത്തോടെ പൂർണ്ണമായും ഈ സിസ്റ്റം നടപ്പിലാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും എഡി റാമ വ്യക്തമാക്കി. സെപ്റ്റംബറിലാണ് ഡിയല്ല എന്ന പേരുള്ള ഒരു AI കഥാപാത്രത്തെ അൽബേനിയ അവതരിപ്പിച്ചത്. രാജ്യത്തെ പൊതു സംവിധാനം പൂർണ്ണമായും സുതാര്യവും അഴിമതിരഹിതവുമാക്കാനാണ് DLA അൽബേനിയ അവതരിപ്പിച്ചത്. ഡിജിറ്റൽ സേവനങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് ഫയലുകളും രേഖകളും മറ്റും വേഗത്തിൽ ലഭിക്കാൻ DLA ആണ് സഹായിക്കുന്നത്. പൊതു ടെൻഡറുകൾ സംബന്ധിച്ച തീരുമാനങ്ങൾ എടുക്കാനും നടപടിക്രമങ്ങൾ അഴിമതി മുക്തമാക്കാനും DLA സഹായിക്കുന്നുണ്ട്. നേരത്തെ അൽബേനിയയുടെ ഗവേണൻസ് പ്ലാറ്റ്ഫോമിൽ വെർച്വൽ അസിസ്റ്റന്റ് ആയിരുന്നു DLA. എഡി റാമ തന്നെയാണ് AI മന്ത്രിയായി സ്ഥാനക്കയറ്റം നൽകിയത്. മനുഷ്യനല്ലാത്ത മന്ത്രിയെ അവതരിപ്പിച്ച ആദ്യ രാജ്യമായി അൽബേനിയ ഇതിലൂടെ മാറിയിരിക്കുന്നു.